വെൽക്കം ടു ഇഡെക്സി ലേണിംഗ്. നമ്മൾ 3 ക്ലാസ്സുകളായിട്ട് എന്തായിരുന്നു ഇന്ന് നമ്മുടെ എഡാറ്റ് കാറ്റിന്റെ സ്കോളർഷിപ്പിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഫുൾ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിലിപ്പോൾ നമ്മൾ ചെയ്തത് DILR ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 15 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? കവർ ചെയ്തു അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസുകളായിരുന്നു എന്തിന് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഇതൊക്കെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കാറ്റ് മെയിൻ എക്സാമിലോട്ട് വരുമ്പോൾ ഇതേ ടൈപ്പ് ആയിരിക്കും എന്തുണ്ടായിരിക്കുക ക്വസ്റ്റ്യൻസ്, ഇതേ പാറ്റേൺ യൂസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഈ ഒരു ബേസ് കാര്യങ്ങളെല്ലാം പഠിച്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കാറ്റ് നമുക്ക് ഷുവർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ അല്ലെ, നമ്മൾ ബേസ് മുതൽ ക്രിയേറ്റ് ചെയ്ത് എത്തി നമ്മൾ നല്ലൊരു ബിൽഡിംഗ് ആണ് പണിത് കഴിഞ്ഞാൽ കാറ്റിൽ നമ്മളൊരു ബിൽഡിംഗ് ആണ് പണിയാ, പിന്നെ നമുക്ക് എന്ത് പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ല. പിന്നെ മെയിൻ കാറ്റ് എക്സാം എന്തല്ല ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ എന്തിനാ ഏറ്റവും ബേസ് ആയിട്ട് DILR കാറ്റിൽ നമുക്ക് എന്ത് പറയാം, VARC ആണെങ്കിലും Q ആണെങ്കിലും DILR ആണെങ്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് പറയാം ആ ബിൽഡിംഗ് കാറ്റ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ബേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് DILR എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? DILR നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ പോവാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തതിന്? ക്യൂബ് ഡിസ്കസ് ചെയ്തു അല്ലെ? ലോജിക്കൽ റീസണിംഗ് ക്യൂബ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പസിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാം? എഡാറ്റ് കാറ്റിലെ 16 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോ ചെയ്തത് ഏതാണ്? പെർസെന്റേജും അതുപോലെ തന്നെ ക്യൂബ് ഒക്കെയാണ് ചെയ്തു പോയത്. ഇത് എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പസിൽസ്. പസിൽസ് എന്ന് കേട്ടിട്ട് എന്താണ് തലപോക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആട്ടോ, ചെറിയ ഒരു കാര്യങ്ങളേ ഉള്ളൂ. ചെറിയ രീതി എന്താണ് അറേഞ്ച് ചെയ്ത് കൊടുത്തു പോയാൽ മതി അല്ലെ? നമ്മൾ പസിലൊക്കെ കളിച്ചിട്ടുണ്ടാവും അല്ലെ? എങ്ങനെയാണ് പസിൽ കുറെ എന്താണ് കുറെ ആയിട്ട് കിടക്കുന്നുണ്ടാവും, അതിന് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു ഫൈനൽ ഫിഗറിലോട്ട് എത്തിക്കാൻ. അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ് വേറെ രീതിയിലാണെന്നുള്ളൂ, പാറ്റേണിൽ ഒരു ചെറിയൊരു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ ഒരു ചെറിയ ചേഞ്ചസ് ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16 to 20 എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ഓഫ് ദ 6 പേഴ്സൺ അനു, ബിനു, ചിന്നു, ദേവി, ഫിനു ആൻഡ് വിഷ്ണു. അനു, ബിനു, ചിന്നു, ദേവി, ഫിനു, വിഷ്ണു എന്ന് പറയുന്ന 6 പേഴ്സൺസിനെ കുറിച്ച് എന്തുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈസ് ഫ്രം എ ഡിഫറെന്റ് പ്ലേസ് എമംഗ് മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കണ്ണൂർ ആൻഡ് തൃശ്ശൂർ. മലപ്പുറം, അതുപോലെ കോഴിക്കോട്, വയനാട്, പാലക്കാട്, കണ്ണൂർ, തൃശ്ശൂർ എന്ന് പറയുന്ന 6 പ്ലേസസിൽ നിന്നാണ് ഇവര് 6 പേഴ്സൺസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, it is also known that each of them like different games among cricket, football, badminton, volleyball, basketball and boxing. ഇവര് 6 പേര് 6 സ്ഥലത്തു നിന്നാണ്. ഓക്കെ, അതൊക്കെ ക്ലിയർ ആ. പിന്നെ എന്ത് പറയുന്നുണ്ട്? ഇവര് ഡിഫറെന്റ് ആയിട്ടുള്ള 6 ഗെയിംസ് ലൈക്ക് ചെയ്യുന്നവരാണെന്നും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ദേവി ലൈക്സ് ബാഡ്മിന്റൺ ആൻഡ് ഈസ് ഫ്രം കണ്ണൂർ. ദേവി എന്ന് പറയുന്ന ആള് ബാഡ്മിന്റൺ ഇഷ്ടപ്പെടുന്നു, കണ്ണൂരിൽ നിന്നും വരുന്നു. ഓക്കെ, ദ പേഴ്സൺ ഹു ലൈക്ക് ക്രിക്കറ്റ് ഈസ് ഫ്രം വയനാട് ബട്ട് ഈസ് നോട്ട് വിഷ്ണു. വയനാട്ടിൽ നിന്ന് വരുന്ന പേഴ്സൺ എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷെ അത് വിഷ്ണു അല്ല. ഓക്കെ, അനു ഡസ് നോട്ട് ലൈക്ക് വോളിബോൾ ആൻഡ് ഈസ് ഫ്രം തൃശ്ശൂർ. അനു എന്ന് പറയുന്ന ആള് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളാണ്, പക്ഷെ എന്ത് ഇഷ്ടപ്പെടുന്നില്ല? വോളിബോൾ ഇഷ്ടപ്പെടുന്നില്ല. ബിനു ഈസ് ഫ്രം മലപ്പുറം. ചിന്നു ലൈക്ക് ബോക്സിംഗ്. ദ പേഴ്സൺ ഫ്രം കോഴിക്കോട് ലൈക്ക് നെയ്തർ ബോക്സിംഗ് നോർ വോളിബോൾ ആൻഡ് വിഷ്ണു ഡസ് നോട്ട് ലൈക്ക് ഫുട്ബോൾ. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ബിനു എന്ന് പറയുന്ന ആൾ മലപ്പുറത്ത് നിന്നാണ്. ചിന്നു എന്ന് പറയുന്ന ആൾക്ക് ബോക്സിംഗ് ഇഷ്ടമാണ്. ദ പേഴ്സൺ ഫ്രം കോഴിക്കോട് ലൈക്ക് നെയ്തർ ബോക്സിംഗ് നോർ വോളിബോൾ ആൻഡ് വിഷ്ണു ഡസ് നോട്ട് ലൈക്ക് ഫുട്ബോൾ. ഓക്കെ, കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്ക് ഏത് ഇഷ്ടമല്ല? ബോക്സിംഗ് ഇഷ്ടമല്ല, അതുപോലെ വോളിബോൾ ഇഷ്ടമല്ല. വിഷ്ണു എന്ന് പറയുന്ന ആൾക്ക് ഫുട്ബോളും ഇഷ്ടമല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? കുറച്ച് പേര് 6 പേഴ്സൺസിന്റെ നെയിം, അവർ ഏതൊക്കെ പ്ലേസിൽ നിന്ന് വരുന്നു, അതുപോലെ അവർ ഏതൊക്കെ ഗെയിംസ് ലൈക്ക് ചെയ്യുന്നത്, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ പാസേജിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16, ഹൂ ഈസ് ഫ്രം കോഴിക്കോട്. ആരാണ് കോഴിക്കോടിൽ നിന്ന് വരുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു പസിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് നോക്കണം, അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യനിലോട്ട് എത്താം എന്നുള്ളതിന് ഒരു ടിപ്സ് ഉണ്ട്. ഈ ടിപ്സ് ഇനി കിട്ടണം എന്നുള്ള കേട്ടോ, ഇത് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് അടുത്ത ടിപ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് കുത്തിപ്പൊട്ടിച്ചേക്ക്. അത് ചെയ്താൽ എന്ത് കിട്ടുള്ളൂ? ഇനി അടുത്ത ടിപ്സ് കിട്ടുള്ളൂ. കാരണം ഞാൻ ഇനി അടുത്ത ക്ലാസ്സിലേ വരുള്ളൂ, നാളെ വരുള്ളൂ. ഇന്നത്തെ കഴിഞ്ഞു പോയാൽ പിന്നെ നാളെ കേട്ടോ. അപ്പൊ നാളെ ഞാൻ വരുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബെല്ലൈക്കൻ ഒന്ന് നെക്കി കൊടുക്കണം. അപ്പോഴേ നമുക്ക് എന്തുള്ളൂ, നജീബ് വന്നാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു പസിൽ ചെയ്യാൻ ടിപ്സ് എന്താണെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എടുക്കുക, ചെയ്യാം.
എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അടുത്തത് ചെയ്യാം, അടുത്തത് ചെയ്ത് ഇങ്ങനെയാണ് ലോജിക്കൽ റീസണിങ് അറേഞ്ച്മെന്റ്സ്, പസിൽസ്, ഡിസ്ട്രിബ്യൂഷൻ, സെലക്ഷൻ, ഈ ഒരു ബേസ് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഈ ഒരു ഫോർമാറ്റ് നമുക്ക് ഇങ്ങനെ ഫോളോ ചെയ്തു പോകാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ഏതെങ്കിലും ഡയറക്റ്റ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ. അപ്പൊ കാര്യം മനസ്സിലായില്ലേ, ഇവിടെ എന്താണ് അറേഞ്ച് ചെയ്യേണ്ടത്, ആളുടെ പേര്, അയാൾ ഏത് സ്ഥലത്ത് നിന്ന് വരുന്നു, അതേപോലെ തന്നെ അയാൾ എന്താണ് ഏത് ഗെയിമാണ് ഇഷ്ടപ്പെടുന്നത്, ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ. നോക്കാം. ദേവി ലൈക്ക് ബാഡ്മിന്റൺ ആൻഡ് ഈസ് ഫ്രം കണ്ണൂർ. ദേവി ലൈക്ക് ബാഡ്മിന്റൺ ആൻഡ് ഈസ് ഫ്രം കണ്ണൂർ. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ആരാണ്? ദേവി. ഡി എന്ന് പറഞ്ഞാൽ ദേവി കേട്ടോ. ദേവി എവിടുന്നാണ്? കണ്ണൂര്. ഏതാ ഇഷ്ടപ്പെടുന്നത്? ബാഡ്മിന്റൺ. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സിമ്പിൾ ആയിട്ട് നേരിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെന്തല്ല, അതൊരു പ്രശ്നമില്ല, കാരണമല്ല. ഇനി ബാഡ്മിന്റനും തിരിഞ്ഞു നോക്കണ്ട, കണ്ണൂരും തിരിഞ്ഞു നോക്കണ്ട, ദേവിനെയും നോക്കണ്ട. ഓക്കെ, ഇനി അടുത്ത ഇൻഫർമേഷൻ നോക്കാം. ദ പേഴ്സൺ ഹൂ ലൈക്ക് ക്രിക്കറ്റ് ഈസ് ഫ്രം വയനാട് ബട്ട് ഈസ് നോട്ട് വിഷ്ണു. എന്താ പറഞ്ഞിട്ടുള്ളത്? വയനാട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് എന്താ ഇഷ്ടം? ക്രിക്കറ്റ്. ഓക്കെ, പക്ഷെ അത് ആരല്ല? വിഷ്ണു അല്ല. അപ്പൊ 6 പേഴ്സൺ ഉള്ളത്, 6 പേഴ്സൺസ് ഉള്ളത്. അതിൽ ദേവി പോയി, വിഷ്ണുവും പോയി. അപ്പൊ ഇനി ബാക്കി എത്ര പേരുള്ളൂ? 4 പേര്. ആരൊക്കെയാന്ന് നോക്കാം. അനു, ബിനു, പിന്നെ ചിന്നു, പോർഫീനു. ഈ 4 ആളിൽ നിന്ന്, ഈ 4 പേഴ്സണിൽ നിന്ന് ആരെങ്കിലും ഒരാളായിരിക്കും എന്തെന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് വരുന്ന ആൾ എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ അടുത്ത ഇൻഫർമേഷൻ നോക്കാം. അനു ഡസ് നോട്ട് ലൈക്ക് വോളിബോൾ ആൻഡ് ഈസ് ഫ്രം തൃശൂർ. അടുത്ത ഇൻഫർമേഷൻ എന്താ പറഞ്ഞത്? അനു ഡസ് നോട്ട് ലൈക്ക് വോളിബോൾ ആൻഡ് ഈസ് ഫ്രം തൃശൂർ. കൃത്യമാണ്. എന്ത്? അനു എന്ന് പറയുന്ന ആള് തൃശ്ശൂരിൽ നിന്നാ. അപ്പൊ ആ ഒരു സെന്റൻസിൽ നിന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? അനു ഒരിക്കലും വയനാട്ടിൽ നിന്ന് വരുന്ന ആളല്ല, കാരണം ഡിഫറെന്റ് സിറ്റീസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ അനു എന്ന് പറയുന്ന ആള് തൃശ്ശൂരാ. പക്ഷെ ഏത് ഇഷ്ടമല്ല? വോളിബോൾ ഇഷ്ടമല്ല. അപ്പോ 6 ഗെയിംസിൽ നിന്ന് 3 എലിമിനേറ്റ് ചെയ്യാം. ഏതൊക്കെ? ബാഡ്മിന്റൺ, ക്രിക്കറ്റും വോളിബോളും. അപ്പൊ ബാക്കി വരുന്ന 3 ഗെയിംസ് നോക്കിയാൽ മതി. ഫുട്ബോള്, ബാസ്കറ്റ് ബോള്, ബോക്സിങ്. ഇതാണ് ബാക്കി 3 ഗെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കി നോക്കാം. എന്താണ്? ബിനു ഈസ് ഫ്രം മലപ്പുറം. ബിനു എന്ന് പറയുന്ന ആള് മലപ്പുറത്ത് നിന്നാ. ആ ഒരു ഇൻഫർമേഷനിൽ നിന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? ബിനു ഒരിക്കലും എവിടുന്നല്ല, വയനാട്ടിൽ നിന്നല്ല. അപ്പൊ എനിക്ക് എന്ത് പറയാം? ചിന്നു അല്ലെങ്കിൽ ഫിനു. സി എഫ് അല്ലെ? സി എന്ന് പറഞ്ഞാൽ ചിന്നു, എഫ് എന്ന് പറഞ്ഞാൽ ഫിനു. ഇവരാരെങ്കിലും ഒരാളായിരിക്കും എന്തെന്ന് പറയുന്നത് വയനാട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ എനിക്ക് എന്ത് പറയാം? ബിനു എന്ന് പറയുന്ന ആള് മലപ്പുറാണ്. MLP അല്ലെ? MLP മലപ്പുറം. ഓക്കെ, അടുത്തത് ചിന്നു ലൈക്ക് ബോക്സിംഗ്. ചിന്നു എന്ന് പറയുന്ന ആള് ഇഷ്ടപ്പെടുന്ന ഏതാണ്? ബോക്സിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ എനിക്ക് 2 കാര്യങ്ങൾ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ഏതൊക്കെ? ഒന്ന് എനിക്ക് പറയാം, ചിന്നു എന്ന് പറയുന്ന ആൾ ഒരിക്കലും എന്തല്ല, വയനാട്ടിൽ നിന്നല്ല. അപ്പൊ എനിക്ക് അവിടെ ഫിക്സഡ് ആയി. എന്ത്? ഫിനു എന്ന് പറയുന്ന ആള് വയനാട്ടിൽ നിന്നാ. ഇനി ചിന്നു എന്ന് പറയുന്ന ആള് ബോക്സിംഗ് ആ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്ത് പറയാം? അനു ഒരിക്കലും ബോക്സിംഗ് ഇഷ്ടപ്പെടൂല. അപ്പൊ അനുവിന് ഇഷ്ടപ്പെടുന്ന ഗെയിംസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫുട്ബോൾ ഓർ ബാസ്കറ്റ് ബോൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആരാ ബാക്കിയുള്ളത്? വിഷ്ണു. വിഷ്ണു ആണ് ബാക്കിയുള്ളത്. ഓക്കെ ഓക്കെ, ഇനി അടുത്ത ഇൻഫർമേഷൻ നോക്കാം. ലാസ്റ്റ് ഇൻഫർമേഷൻ. ദ പേഴ്സൺ ഫ്രം കോഴിക്കോട് ലൈക്ക് നെയ്തർ ബോക്സിംഗ് നോർ വോളിബോൾ ആൻഡ് വിഷ്ണു ഡസ് നോട്ട് ലൈക്ക് ഫുട്ബോൾ. വിഷ്ണു എന്ന് പറയുന്ന ആൾക്ക് ഫുട്ബോൾ ഇഷ്ടമല്ല. കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്ക് ബോക്സിംഗ് ഇഷ്ടമല്ല, വോളിബോൾ ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. നമുക്കിവിടെ കണ്ണൂർ പോയി, വയനാട് പോയി, തൃശ്ശൂർ പോയി, മലപ്പുറം പോയി. അപ്പൊ ഇനി ഏതൊക്കെ ബാക്കിയുള്ളൂ? പാലക്കാട്, പിന്നെ കോഴിക്കോട്. ഈ 2 സിറ്റികൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ ഇനി ബാക്കിയുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് ഏത് സിറ്റി ആയിരിക്കും ചിന്നുവിന്, ഏത് സിറ്റി ആയിരിക്കും വിഷ്ണുവിന് എന്നുള്ളത്. ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ദ പേഴ്സൺ ഫ്രം കോഴിക്കോട് ലൈക്ക് നെയ്തർ ബോക്സിംഗ്. കോഴിക്കോട് നിന്നുള്ള ആൾ ഒരിക്കലും എന്ത് ഇഷ്ടപ്പെടുന്നില്ല? ബോക്സിംഗ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് പറയാം? ചിന്നു എന്ന് പറയുന്ന ആള് പാലക്കാട്. എങ്കിലും പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം വിഷ്ണു തന്നെ കോഴിക്കോട് കേട്ടോ, കാരണം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, അത് മാത്രമേ സിറ്റി ഉള്ളൂ, അതുകൊണ്ടാ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി 3 ഗെയിംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫുട്ബോൾ ഉണ്ട്, അതുപോലെ ബാസ്കറ്റ് ബോളും ഉണ്ട്, പിന്നെ വോളിബോളും ഉണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ബാക്കിയുള്ള ഗെയിംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കി നോക്കാം വിഷ്ണുവിന് ഏത് കൊടുക്കാം. നമുക്ക് ആദ്യം നോക്കാം, കാരണം വിഷ്ണുവിന് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? വിഷ്ണു ഫുട്ബോൾ ഇഷ്ടമല്ല. അപ്പൊ വിഷ്ണുവിന് ഫുട്ബോൾ ഇഷ്ടമല്ല, ക്യാൻസൽ ആയി. അടുത്തത് വിഷ്ണു കോഴിക്കോട് നിന്നാ, അതുകൊണ്ട് എനിക്ക് എന്താ പറയാം? വോളിബോൾ ഇഷ്ടമല്ല. എങ്കിൽ വിഷ്ണുവിന് ഏത് ഓപ്ഷൻ ബാക്കിയുള്ളൂ? അത് ബാസ്കറ്റ് ബോൾ ആണെന്നുണ്ടെങ്കിൽ അനു എന്ന് പറയുന്ന ആൾക്ക് ഒരിക്കലും ബാസ്കറ്റ് ബോൾ ഇഷ്ടമല്ല, അത് ഫുട്ബോൾ ആയിരിക്കും. അപ്പൊ ഇനി ബിനുവിന് ഏതാ ബാക്കിയുള്ളൂ? ബിനുവിന് ഇനി ഏത് ഗെയിം അവിടെ ബാക്കിയുള്ളത്? വോളിബോൾ ആണ് ബിനുവിന് ബാക്കിയുള്ളത്, അത് വോളിബോൾ ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം? അടുത്തൊരു സ്ലൈഡിൽ ഇതൊന്നും കൂടി എടുത്ത് ചെയ്താം അല്ലെ, സിമ്പിൾ ആയിട്ട്. ദേവി കണ്ണൂരാണ്. ഏതാണെന്ന് പറഞ്ഞത്? കണ്ണൂരിൽ നിന്ന് ഏതായിരുന്നു? ബാഡ്മിന്റൺ അല്ലെ, ബാഡ്മിന്റൺ. ഓക്കെ, അടുത്തത്
അടുത്ത ഏതായിരുന്നു? ഫിനു. ഫിനു വയനാടാണ്. ഏതാണ്? ക്രിക്കറ്റ്. ഓക്കെ. അടുത്തത് അനു. അനു തൃശ്ശൂര്. ഏതായിരുന്നു? തൃശ്ശൂരിൽ നിന്ന് ഏതാണ്? ഫുട്ബോള്. ഫുട്ബോള്. ഓക്കെ. അടുത്ത ആൾ ഏതാ? ബിനു. ബിനു ഏതാണ്? മലപ്പുറം. ബിനു മലപ്പുറം. MLP നിട്ടാൽ മതി. കൂടുതലായിട്ട് എന്താണ് മലപ്പുറം എന്നോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ എന്നോ ക്രിക്കറ്റ് ഒന്നും എടുത്ത് ചെയ്തേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ കുറഞ്ഞ ടൈമേ ഉള്ളൂ. ആകെ 40 മിനിറ്റ് DLRന് കിട്ടുക. അതിൽ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാണ്ട് അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെറുതാക്കി ചെയ്ത് ഷോർട്ട് ആക്കിയിട്ട് സ്പീഡ് ആക്കി ചെയ്തു പോകണം. അതിനുള്ള പരിപാടിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെന്ത് ചെയ്യണം? ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ മാസ്റ്റർ ക്യാറ്റ് ബാച്ചിൽ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. എന്തായാലും ജൂലൈ 1 നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. കുറഞ്ഞ ടൈമേ ഉള്ളൂ. പക്ഷെ എന്താണ് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റഡി ടൈം എന്ത് ചെയ്യണം? എപ്പോഴും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അല്ലെ? അപ്പൊ എന്താണ്? ജൂലൈ 1 മറക്കണ്ട. ജൂലൈ 1 കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ആളാരാ? സോറി, ബിനുവിന്റെ കേസ് നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ബിനു വോളിബോൾ ആണ്. ഓക്കെ. അടുത്തതിന് ചിന്നു. ചിന്നു പാലക്കാട് ബോക്സിംഗ് ആണ്. ഓക്കെ. അടുത്ത വിഷ്ണു. ബാക്കിയുള്ളത് കോഴിക്കോടാണ്. അത് ബാസ്കറ്റ് ബോൾ. ഓക്കെ. ഇതാണ് നമുക്കുള്ള എന്തെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തത്? ഇവർ അറേഞ്ച് ചെയ്തു. ആ ഫസ്റ്റിൽ അങ്ങോട്ട് സോൾവ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഫസ്റ്റിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ബാക്കി വരുന്ന 16 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലെ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവും? 4 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ എന്താണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 5 ക്വസ്റ്റ്യൻ ആണ് ചെയ്തു. ഓക്കെ. നോക്കാം. ഹൂ ഇസ് ഫ്രം കോഴിക്കോട്? ആരാ കോഴിക്കോട് എന്ന് വന്നത്? ഇതാ നമ്മൾ എഴുതിയതാ വിഷ്ണു. വിഷ്ണു ആണ് കോഴിക്കോട് നിന്ന്. ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യന് വിച്ച് ഗെയിം ഡസ് ഫിനു ലൈക്ക്? ഫിനു ഏത് ഗെയിമാണ് ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു. ഫിനു എവിടുന്നാ വന്നത്? വയനാടാണ്. വയനാട്ടുകാർക്ക് ഏതാ ഇഷ്ടം? ക്രിക്കറ്റ് ആണ്. ഓപ്ഷൻ ബി. ഇതാണ് പറഞ്ഞത്. എന്താണ്? വളരെ സിമ്പിളാ. പസിൽസ് അല്ലെങ്കിൽ DLR എന്താണ്? ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഒരു ഒറ്റ കാര്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ DI മാക്സിമം എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. DLR നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. സിമ്പിൾ കാര്യമാണ്, സിമ്പിൾ സബ്ജക്റ്റ് ആണ്. മാക്സിമം എന്ത് ചെയ്താൽ മതി? പ്രാക്ടീസ്. കുറെ ക്വസ്റ്റ്യൻസ് എന്താ ചെയ്യാം? പ്രാക്ടീസ് ചെയ്താൽ മതി. അതിനുള്ള ക്വസ്റ്റ്യൻസ് എന്തുണ്ട്? എഡക്സിയുടെ കയ്യിലുണ്ട്. എഡക്സി ടെസ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. നമുക്ക് എന്തായാലും എക്സാംസും കാര്യങ്ങളും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കൊന്നും ലാസ്റ്റിക്കില്ല. എല്ലാം ഫസ്റ്റ്. എക്സാം മുതൽ എങ്ങനെ പഠിച്ചു പോവുക. അല്ലാതെ ഒന്നും ലാസ്റ്റ് വെക്കുന്ന പരിപാടി എഡക്സിക്കാർക്കില്ല എന്തായാലും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഗെയിം ഡസ് ദ പേഴ്സൺ ഫ്രം ലൈക്ക് മലപ്പുറം? മലപ്പുറത്ത് നിന്നുള്ള ആള് ഏത് ഗെയിമാണ് ഇഷ്ടപ്പെടുന്നത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് മലപ്പുറത്ത് നിന്ന് ആരോ നോക്കാം. മലപ്പുറത്ത് നിന്ന് ബിനു. ബിനുവിന് ഏതാ ഇഷ്ടം? വോളിബോൾ. ഓക്കെ. പലരും പറയും മലപ്പുറംകാർക്ക് ഫുട്ബോൾ മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ അവിടെ കാര്യം കുറെ ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഞാനൊക്കെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ? 19th ക്വസ്റ്റ്യൻ. ദ പേഴ്സൺ ഹൂ ലൈക്ക് ബോക്സിംഗ് ഈസ് ഫ്രം? ദ പേഴ്സൺ ഹൂ ലൈക്ക് ബോക്സിംഗ് ഈസ് ഫ്രം. ബോക്സിംഗ് ഇഷ്ടപ്പെടുന്ന ആളെ എവിടുന്ന വരുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. നോക്കി നോക്കാം. ബോക്സിംഗ് ഇഷ്ടപ്പെടുന്ന ആരാണ്? ദാ ചിന്നു അല്ലെ? ചിന്നു. ചിന്നു എവിടുന്ന് വരുന്നത്? പാലക്കാട്. ഓക്കെ. പാലക്കാട്. ചിന്നു പാലക്കാട്. ഓക്കെ. ഇപ്പൊ എന്താ 19 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ നമ്മളെ എഡാറ്റിക്കാറ്റ് സ്കോളർഷിപ്പ് എക്സാമിന്റെ DALR സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്? നമ്മൾ സോൾവ് ചെയ്യാൻ പോവാൻ. അപ്പൊ ഇനി എഡാറ്റിക്കാറ്റിൽ എന്തില്ല? നമുക്ക് ഇനി DALR സെക്ഷനിൽ നമുക്ക് എന്തില്ല? ഇനി ക്വസ്റ്റ്യൻസ് ഇല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ് ഞാൻ വരും. ഏതായിട്ട്? Q8. ആ Q വരുമ്പോൾ ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ വരുന്നത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടണം. അതിനെന്ത് ചെയ്താൽ മതി? അവരിലേക്കൊന്ന് അമർത്തിയാൽ മതി. ഓക്കെ. ചെയ്തോളിട്ടോ. ഇല്ലെങ്കിൽ മറക്കും. കുറച്ച് കഴിഞ്ഞാൽ മറക്കും. നമ്മളെ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയോ? മറന്നു. എന്തുകൊണ്ടാ? ചെയ്യാത്തോണ്ടാ. അതന്നെ മാത്സിന്റെ കേസ്, അതന്നെ DALRന്റെ കേസ്, അതന്നെ കോണ്ടന്റ് കേസ്, അതന്നെയാണ് VRSന്റെ കേസ്. ചെയ്യണം. ചെയ്താൽ മാത്രമേ എന്തുള്ളൂ? ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബെല്ലൈക്കണം മറക്കണ്ട, സബ്സ്ക്രൈബും ചെയ്തോളൂ. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് പേഴ്സൺ, പ്ലേസ് ആൻഡ് ഗെയിം റെസ്പെക്റ്റീവ്ലി? ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുള്ളത് ഏത് കോമ്പിനേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതിന്റെ? പേഴ്സൺ, പ്ലേസ്, അതുപോലെ ഗെയിം. അപ്പൊ നോക്കി നോക്കാം. ബിനു വോളിബോൾ മലപ്പുറം. ബിനു വോളിബോൾ മലപ്പുറം ആണോ? ബിനു വോളിബോൾ മലപ്പുറം അല്ലെ? ശരിയാ. നോക്കാണി. ശരിയാ. ഓക്കെ. പക്ഷെ അതാണോ ആൻസർ? അല്ല. എന്തുകൊണ്ട് അതല്ല എന്ന് പറയുന്നത്? അതിന് റീസൺ ഉണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും നോക്കണം. പേഴ്സൺ, പ്ലേസ്, ഗെയിം റെസ്പെക്റ്റീവ്ലി. ആദ്യം പേഴ്സൺ, പിന്നെ പ്ലേസ്, പിന്നെ ഗെയിം. അപ്പൊ ബിനു വോളിബോളാ വന്ന സെക്കൻഡ്, അവിടെ പ്ലേസ് വരുന്നത്. അപ്പൊ അത് ശരിയല്ല. ഓപ്ഷൻ എ എന്തല്ല? റൈറ്റ് ആൻസർ അല്ല. അടുത്തത് ഫിനു വയനാട് ക്രിക്കറ്റ്. ഫിനു വയനാട് ക്രിക്കറ്റ്. ഫിനു വയനാട് ക്രിക്കറ്റ് ആണ്. ഫിനു വയനാട് ക്രിക്കറ്റ്. ഓക്കെ. നോക്കി നോക്കാം നമുക്ക്. പേഴ്സൺ ഫിനു ആണ്. പ്ലേസ് വയനാടാണ്. ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റും ആണ്. ശരിയാണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി എന്താണ്? റൈറ്റ് ആൻസർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് DALR ഇപ്പൊ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? QA സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ see you tomorrow.